LS മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 108ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയാം. എസ്തേർ 3 മുതൽ 6 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 19-ാം അധ്യായം. എല്ലാവരും നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു കേട്ടോ. ആദ്യത്തെ ചോദ്യം, തപാൽ ജീവനക്കാർക്ക് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം എന്ത്? ഈ പദത്തിന്റെ ആദ്യത്തെ 3 അക്ഷരം ചേരുമ്പോൾ കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലനാമമാണ്. പദം ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. തപാൽ ജീവനക്കാർക്ക് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം എന്ത്? ഈ പദത്തിന്റെ ആദ്യത്തെ 3 അക്ഷരം ചേരുമ്പോൾ കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലനാമമാണ്. പദം ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 5 അക്ഷരമുള്ള ഒരു പദത്തിന്റെ 1-2 അക്ഷരങ്ങൾ ചേർന്നാൽ മാതാവ് എന്നർത്ഥം, 1-4 അക്ഷരങ്ങൾ ചേർന്നാൽ പിതാവ് എന്നർത്ഥം. അല്ലെങ്കിൽ 5 അക്ഷര പദം ഏതെന്ന് പറയാമോ? അല്ലെങ്കിൽ അല്ല കേട്ടോ, എങ്കിൽ 5 അക്ഷര പദം ഏതെന്ന് പറയാമോ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. 5 അക്ഷരമുള്ള ഒരു പദത്തിന്റെ 1-2 അക്ഷരങ്ങൾ ചേർന്നാൽ മാതാവ് എന്നർത്ഥം, 1-4 അക്ഷരങ്ങൾ ചേർന്നാൽ പിതാവ് എന്നർത്ഥം. എങ്കിൽ 5 അക്ഷര പദം ഏതെന്ന് പറയാം. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രാജാവിന്റെ ആജ്ഞയും വിധിയും ചെന്ന സംസ്ഥാനത്തൊക്കെയും യഹൂദന്മാരുടെ ഇടയിലുണ്ടായ 4 കാര്യങ്ങൾ ഏവ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. രാജാവിന്റെ ആജ്ഞയും വിധിയും ചെന്ന സംസ്ഥാനത്തൊക്കെയും യഹൂദന്മാരുടെ ഇടയിലുണ്ടായ 4 കാര്യങ്ങൾ ഏവ? നാലാമത്തെ ക്വസ്റ്റ്യൻ, തൂവാല, മേൽവസ്ത്രം എന്നീ വാക്കുകൾക്ക് പുതിയ നിയമ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദങ്ങൾ ഏവ? തൂവാല, മേൽവസ്ത്രം എന്നീ വാക്കുകൾക്ക് പുതിയ നിയമ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദങ്ങൾ ഏവ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ആകാശം അല്ലെങ്കിൽ സ്വർഗം എന്നർത്ഥം വരുന്ന 2 അക്ഷര പദം പുതിയ നിയമ പാഠഭാഗത്തുണ്ട്, എന്താണ്? ആകാശം അല്ലെങ്കിൽ സ്വർഗം എന്നർത്ഥം വരുന്ന 2 അക്ഷര പദം പുതിയ നിയമ പാഠഭാഗത്തുണ്ട്, എന്താണ്? അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഉത്തരം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിത്ത് റെഫറൻസ് അയച്ചോളൂ. ശരി ഉത്തരങ്ങൾ നാളെ റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ ഉത്തരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.